ഒരിക്കലുണ്ടല്ലോ വനത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ദുഷ്യന്തനും ശകുന്തളയും പിരിയാൻ പറ്റാത്ത രീതിയിൽ പ്രണയിച്ചു. എന്നാലോ മാതാപിതാക്കൾ വിവാഹം കഴിക്കാൻ അനുവാദം കൊടുത്തില്ല. അപ്പോൾ അവർ ഗാന്ധർവ വിധി പ്രകാരം കല്യാണം കഴിച്ചു. അതെന്താ ഏട്ടത്തി ഗാന്ധർവ വിധി പ്രകാരം? ഹിന്ദുമത പുരാണങ്ങളിൽ ടോട്ടൽ 8 തരത്തിലുള്ള വിവാഹങ്ങളുണ്ട്. അതിലൊന്നാണ് ഗന്ധർവം, അതായത് പ്രണയത്തെ അടിസ്ഥാനമാക്കിയുള്ള കല്യാണം. ഓ എന്ന് പറഞ്ഞ ഇന്നത്തെ ലവ് മാരേജ്. അതെ. ഓ മിണ്ടാതിരിക്കുന്നു കേക്കട്ടെ. അപ്പൊ ഏട്ടത്തി ഈ ഗന്ധർവനോ? എടാ സന്ധ്യ നേരത്ത് അങ്ങനെയൊന്നും പറയാതെടാ. പുള്ളി ചിലപ്പോ വന്നാലോ അല്ലയോ? വേദു വേണ്ടാട്ടോ. എന്റെ പൊന്നേട്ടത്തി, മുത്തശ്ശി അങ്ങനെ പലതും പറയും. എല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഏടെ ഈ ഗന്ധർവേ? അത് കേട്ടി വിശ്വസിക്കാൻ ഈ പൊട്ടന്. ഓടി അറിഞ്ഞിരിക്കാലോ. എടാ ഗന്ധർവനാണാടാ, നിന്റെ അടുത്ത് വീഴൂല. ഓ വൃത്തിയായിട്ടോളെ പറയാൻ പറ്റില്ലടി. ഗന്ധർവനൊന്നും തോന്നിയിട്ടില്ലെങ്കിലും ഇവനെന്തെങ്കിലും തോന്നിയാലോ? ശരിയാ, നിങ്ങൾ ഗന്ധർവനെ തോന്നിക്കൊണ്ടിരുന്നോ? ഞാൻ പോട്ടെ, എനിക്ക് ഉറക്കം വരുന്നു. അവള് പോട്ടെ. ഏട്ടത്ത് ബാക്കി പറ. ബാക്കി എന്ത്? ഇതാണ് ഗാന്ധർവ വിധി പ്രകാരം. ഓ പുള്ളീനൊന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ പെണ്ണുങ്ങളെ എങ്ങനെയാ വളയ്ക്കണെന്ന് ചോദിക്കായിരുന്നു. അതോ അത് ഞാൻ പറഞ്ഞുതരാലോ. പുള്ളി പെണ്ണുങ്ങളെ വളയ്ക്കുന്നതേ പാട്ടുകൊണ്ടാ. നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യ കുട്ടാ. എന്റെ ഏട്ടനെ വെറുതെ വിധവനാക്കല്ലേ. എടാ പൊട്ട, ഭാര്യ മരിച്ച വിധവൻ നല്ലടാ. എന്തേനു? ഭാഗ്യവാൻ പോടാ. കാര്യായിട്ടോ പൊട്ടനാണെങ്കിലും സത്യല്ലേ ഇപ്പൊ പറഞ്ഞേ? യെസ് ഓഫ് കോഴ്സ്. എന്താ? അല്ല അവനെ പറയായിരുന്നു. എടാ എങ്ങനെയാടാ ഭാര്യ മരിച്ച ഭർത്താവിന് ഭാഗ്യവാനാന്നൊക്കെ പറയണേ അല്ലേ കീർത്തി? അല്ലാണ്ട് പിന്നെ അങ്ങനെ ചോദിക്കും മനുഷ്യ. അയ്യ ഒന്നും അറിയാത്ത കുനുബാബ. പോടന്നറി. മതി ഒന്ന് ചെന്ന് കിടക്ക്. ഒരു ഗന്ധർവനും കഥയും ഇനി ശരിക്കും ഉണ്ടാവോ? വിളിച്ചു നോക്കിയാലോ? നീ ഇത് പറഞ്ഞനുസരിച്ച് ആകാശത്ത് നോക്കി വിളിച്ചാ വരുന്നല്ലേ? വിളിക്കണോ? വിളിച്ചേക്കാം. ഗന്ധർവ ഗന്ധർവ ഗന്ധർവ. ഒരു പൂച്ച പോലും വന്നില്ല. ചുമ്മാ ഉടായിപ്പ്. ഞാൻ ഉറങ്ങാൻ പോവാ. ഗാന്ധർവ വിധി പ്രകാരത്തിൽ നീ അറിയാതെ പോയ ഒന്നുകൂടി ഉണ്ടല്ലോ വേദ. വേദുവേ. ആ നെയ്തെടുത്തി. നീ ആ കാവ് പോയി വിളക്ക് വെച്ചിട്ട് വാ. ആ കുഞ്ഞുമോളെ ചേട്ടൻ വരണോ? എന്തിനി? ഇറാഖിലല്ല കാവില. അല്ല വല്ല ഗന്ധർവനും പിടിച്ചാലോ? പിന്നെക്കാൾ വേദം ആ ഗന്ധർവനാ. ഓ ലോഡ്, ഇമോഷണൽ ഡാമേജ്. ഇത് കണ്ടൊന്നും ഞാൻ തളരില്ല. നീ തൊടത്തി ഫിഷ് ഫ്രൈ. എന്റെ മറ്റവള് കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ മീനി. ഉള്ളടുത്ത് തിന്നിട്ട് പോടാ. ഓ അപമാനം. ഇറ്റ്സ് ഓക്കെ. ആ കണ്ണീര് തുടച്ചിട്ട് പറ. ഇത്രയും നാള് ആ തെണ്ടിക്ക് എച്ചി പിടിക്കുന്നായിരുന്നു. ഇപ്പൊ ഗന്ധർവനായി. കഷ്ടവന്റെ കാര്യം. ശരിയാ, ആദ്യം പറഞ്ഞ പോലെ ഞാൻ അറിയാതെ പിടിച്ചാലോ? ആരത്? ആദി കളിക്കാതെ പുറത്തു വന്നോ? ചേടാ ആദിയുടെ ശബ്ദം കേട്ടാ വേദക്ക് അറിയില്ലെന്നുണ്ടോ? വേദ? ആരാ നീ? ചേടാ നീയല്ലേ എന്നെ കൂട്ടിന് വിളിച്ചേ? ഞാനാ? എപ്പം? ആരാ നീ? ഇതാ ഇപ്പൊ നന്നായേ. നീയല്ലേ ആദിയോട് പറഞ്ഞേ നിന്നേക്കാൾ നല്ലത് ഗന്ധർവനാണെന്ന്? അയിനി അതല്ലേ ഞാൻ കൂട്ടുവന്നത്. പിന്നെ 25-ാം നൂറ്റാണ്ടിലല്ലേ ഗന്ധർവൻ? വേദയ്ക്ക് അറിയില്ലെന്നുണ്ടോ? ഞങ്ങൾക്ക് മരണമില്ല. എന്നിട്ടെന്താ നീ എന്റെ അടുത്ത് വരാത്തെ? ഞാൻ നിന്റെ അടുത്താണല്ലോ. എവിടെ? ഇത് നോക്കണ്ട, ഞാൻ തന്നെയാ. ഇത് പൂമ്പാറ്റയല്ലേ?
എനിക്ക് പൂമ്പാറ്റയായും പക്ഷിയായും മനുഷ്യനായും വരാൻ കഴിയും. എന്നാ മനുഷ്യനായിട്ട് വാ. ഞാൻ മനുഷ്യനായിട്ട് വന്നാ നീ ഞാൻ നീ എന്നെ കണ്ണു വെച്ചാലോ? ഓ പിന്നെ കെട്ടുകഥയിലും പുരാണങ്ങളിലും നീ ലുക്കാണെന്ന് വെച്ച് അങ്ങനെ ആവണമെന്നുണ്ടോ? എന്നാ ശരി, വന്നേക്കാം. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. ഗന്ധർവ, ആരാ? ഇതെന്ത് ചോദ്യം? ഞാൻ ഗന്ധർവൻ. എന്നാലും ഇത് ഞാൻ വിളിച്ചിട്ട് വന്നയായിരിക്കോ? ഏ ഹലോ, എന്താ ആലോചിക്കണേ? ഹാ, ഗന്ധർവന്മാർ ഇംഗ്ലീഷിൽ പറയോ? എന്താ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞൂടെ? ആ പറയാം. അല്ല, തന്റെ പേര് ഗന്ധർവൻ തന്നെയാണോ? 10,000 ഗന്ധർവന്മാർക്ക് എല്ലാവർക്കും പേര് ഗന്ധർവൻ തന്നെയാ? അല്ലല്ലോ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പേരാ. അപ്പം എന്താ തന്റെ പേര്? എൻ്റെ പേര് ആരവിൻ. ആരവോ? ആരവല്ല, ആരവിൻ. അപ്പൊ നീതു പറഞ്ഞ പോലെ ശാപം കിട്ടി വന്നതാ? എല്ലാ ഗന്ധർവന്മാരും ശാപം കിട്ടി വരുന്നതാണെന്നാണോ? ആ അല്ലേ? അല്ല, ഞാൻ ലോകം കാണാൻ വന്നതാ. എങ്ങനെ അങ്ങനെയൊക്കെ വരാവോ? പിന്നെ വരാലോ. അല്ല, താൻ ശരിക്കും കഥയിലൊക്കെ പറഞ്ഞ പോലെ പെമ്പിള്ളേരെ വശീകരിക്കോ? വാ, നമുക്ക് വീട്ടിൽ പോവാം. എന്തിന്? ശേ, വാടി, വീട്ടുകാരൊക്കെ ഒന്ന് കാണാം. അവിടെ ഞാൻ നിന്നെ എന്ത് പറഞ്ഞു കൊണ്ടു? എന്നെ കാണണമെങ്കിൽ ഞാൻ വിചാരിക്കണ്ടേ? അതൊന്നും ശരിയാവില്ല. എന്ത് പറഞ്ഞാലും എനിക്കിതിലൊന്നും വിശ്വാസമില്ല. വിശ്വാസം വരെ ഞാനിനി എന്താ ചെയ്യണ്ടേ? അങ്ങനെയൊക്കെ ചോദിച്ചാ, എടാ ആദി, ഇനിയും ഏത് വന്നില്ലടാ, നീ ഒന്ന് പോയി നോക്കിയേ. ആ ചേച്ചി, നോക്കാം. ഇവളിത് എവിടെ പോയി കിടക്ക? നീ വേദു. ആ ആദി എവിടെ പോയി? ഡി, നീ ആരെ നോക്കി നിൽക്കുക? ഒന്നുമില്ല. എന്നാ വാ പോവാ. ഹാ, എന്നാൽ എവിടെ? വേദുവേ, ഫുഡ് കഴിക്കാം. ഏട്ടത്തി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. എന്താ വിളിച്ചേ? ഞാനെപ്പോ വിളിച്ചു? നീ എന്നെ കുറിച്ചല്ലേ ആലോചിച്ചേ? അപ്പൊ ഞാൻ വരും. ഇതാണോ നിന്റെ റൂം? കൊള്ളാലോ. തനിക്കവിടെ വീടൊക്കെ ഉണ്ടോ? പിന്നെ, ദേവലോകല്ലേ എന്റെ വീട്. ബ്രഹ്മാവാണ് ഞങ്ങൾ അച്ഛൻ. അപ്പൊ അമ്മയോ? അമ്മ, ഞങ്ങൾക്ക് അമ്മയില്ല. അച്ഛനും അമ്മയും ബ്രഹ്മാവാണ്. നിനക്കോ? സ്വന്തമാണെന്ന് പറയാൻ 3 ഏട്ടന്മാരുണ്ട്. പിന്നെ എൻ്റെ 2 ഏട്ടത്തിമാരും. അവരാണ് എൻ്റെ ലോകം. ആ ലോകത്തോട് എനിക്ക് അസൂയുണ്ട് കേട്ടോ. താൻ പാടുവോ? അതെന്താ അങ്ങനെ ചോദിക്കാൻ? നീതു പറഞ്ഞിട്ടുണ്ടല്ലോ ഗന്ധർവന്മാരൊക്കെ സംഗീതജ്ഞരാണെന്ന്. ഗന്ധർവന്മാരെ കുറിച്ച് പുള്ളിക്കാരി കുറെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. കുറച്ചൊക്കെ. ഞാൻ പാടും, പക്ഷെ നിന്റെ മുമ്പിൽ ഞാൻ പാടില്ല. അതെന്താ? ഒരു കന്യകയെ സ്വന്തമാക്കുമ്പോൾ മാത്രമേ പാട്ട് പാടാറുള്ളൂ. അതെ, ഗന്ധർവന്റെ പാട്ടിലൂടെയാണ് അവർ വശീകരിക്കപ്പെടുന്നത്. താൻ? ഇല്ല, പാടില്ല. അപ്പം താൻ ശരിക്കും
രക്ഷപ്പെട്ടതാണ്. അടിമത്തത്തിൻ്റെ ചങ്ങലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. ഏതു നിമിഷവും എന്നെ കണ്ടെത്താം, ശിക്ഷ നടപ്പിലാക്കാം. ആ ഭൂമിയിൽ പോകാൻ ഒരിടവും ഇല്ലാത്ത എനിക്ക് നീയാണ് തുണയായത്. ഏട്ടത്തി ചായ. ആരാ? ഞാനോ? ഞാൻ ആരവിൻ. അല്ല, നീ ഏതാ? ഏട്ടത്തി, എന്താടാ? ഇതാരോ വന്നേക്കുന്നു. ആര്? എവിടെ? ഇതാ ഏട്ടത്തി, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ആര്? ഏതോ ഒരു ആരവിൻ. എന്താണ് നിനക്ക്? രാവിലെ പല്ല് പോലും തേക്കാത്ത, മുഖം പോലും കഴുകാതെ ഇങ്ങോട്ട് വന്നോളൂ. പോയി കുളിക്കടാ. എല്ലാ ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നു. ആ, നിന്റെ അച്ഛൻ വന്നായിരിക്കും. കടന്ന് ചിരിക്കണ്ട. പോയി പല്ലേക്കടാ. ഞാൻ എന്നാലും കണ്ടത് എന്റെ അമ്മേ, ഇപ്പൊ പൊക്കിയാനെ. ഒന്നുമില്ല, ഇപ്പൊ പിടിച്ചേനല്ലേ. വാ, നമുക്കൊന്ന് പുറത്തു പോവാം. ഓക്കെ. ദിവസങ്ങൾ കൊഴിഞ്ഞു നീങ്ങുന്നതിനനുസരിച്ച് വേദവും ആരവും അടുത്തു. ദേ വേദ, അങ്ങോട്ട് നോക്ക്. എന്താ ഇവിടെ? അത് പിന്നെ പെട്ടെന്ന് കണ്ടില്ല. വാ. രാവിലെ 8 മണിക്കാണ് ഞാൻ ആ രൂപം കണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് 2 മണിക്കൂറായി. എന്നിട്ടും ആ രൂപം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കണ്ടുപിടിക്കണം. എടച്ചക്ക, രാത്രി ചോറ് തിന്നണ്ടേ? ആദ്യം പിടുത്തം, പിന്നെ ചോറ്. എന്നാ ഞാൻ പണിക്ക് പോട്ടടോ. എന്ത് മനുഷ്യനാ നിങ്ങള്? 2 കള്ളന്മാരെ പിടിക്കാൻ 2 ആണുങ്ങൾ വേണ്ടേ? പെണ്ണുങ്ങളെ കൊണ്ട് പറ്റുക? എന്നാ പിന്നെ നമ്മള് പോട്ടാ. കൂക്കാൻ ആൾക്കാർ വേണ്ടേ? ദേവേട്ടൻ പോയത് നന്നായി. അല്ലേ ഇവനെ ചെലവൊക്കെ കണ്ടിട്ട് കൊല്ലായിരുന്നു. വരൂ, എന്റെ പിന്നാലെ നടക്കൂ. കാല്. വലിയേട്ടാ, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഭയം വേണ്ട, മുന്നിൽ നടന്നോ. അയ്യ, എനിക്ക് മുന്നിൽ നടക്കാനല്ല പിന്നിൽ നടക്കാനല്ല, നിന്റെ ഒപ്പം നടക്കാനാണ് ഇഷ്ടം. അല്ലാണ്ട് പേടിയുണ്ടല്ല. മുളക്കീത്തു, വാ നമുക്ക് പോയെടുക്കാം. ഒന്ന് പോടെ ചെക്ക, എനിക്ക് വേറെ പണിയുണ്ട്. ഈ എന്താണ് ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്ത? ഈ കന്നുകാലികളെ കൊണ്ട് മാറങ്ങോട്ട്, ഞാൻ എടുത്തോളാം. എന്തെടുക്കാൻ? അല്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. എന്ത്? നിന്റെ ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി? അയ്യാ, എന്താടാ? എന്റെ നിലല ചള്ള നോക്കി ഞാൻ തരൂ. ഒന്ന് കൊടുക്കും കേട്ടോ പട്ടിക്ക്. വെറുതെ മനുഷ്യനെ പഠിപ്പിക്കേ. അതെ, എന്റെ പൊന്നേട്ടാ, ഇങ്ങോട്ട് വാ. ആരാ? ഞാനാ. എന്റെ ചാരു, മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി. ഒരുത്തനാണെങ്കിൽ ഇവിടെ കള്ളനുണ്ട് എന്നിട്ട് വെറുതെ മനുഷ്യനെ നടത്തിക്ക. ചക്ക, വാ അടിച്ചു വെക്കടാ. എത്ര നാളായി ഞാൻ എന്റെ കുട്ടീനെ ഒന്ന് കണ്ടിട്ട്. ഇന്നലെയും കൂടി വേറെ പെമ്പിളർ അന്വേഷിച്ച കാര്യം ഞാൻ പറയട്ടാ. ഡോണ്ടോ, എന്റെ കുടുംബം കലക്കരുത്. അതിന് നീ കിട്ടിയാ? കിട്ടുമല്ലോ. കിട്ടുമ്പോലേക്കാം. എന്താ ഇവിടെ? വണക്കം. എപ്പ ലാൻഡ് ആയി? കുറച്ച് മുന്നേ. നീ വന്നോ? ചെന്ന് മാറ്റി വാടി. എടുത്തി. ആരാ കുട്ടി? നീതുവേട്ടത്തിന്റെ അനിയത്തിയാ. കാണാൻ നല്ല രസമുണ്ടല്ലോ. നീ എന്ത് ചെയ്യുവാ? വന്നോ? ചുമ്മാ ഇരിക്കുക. അല്ല, നീ എന്താ എന്റെ പേര് വിളിക്കാത്തെ? നിന്റെ പേരിന് ഭയങ്കര നീട്ടാ. എന്നാ നീ ഇഷ്ടമുള്ള വിളിച്ചോ.
എന്താ വിളിക്ക? ആരവി? ആരവേട്ട വിളിക്കട്ടെ? ഉം. ഉം. തനിക്കൊരു മനുഷ്യനായി ജനിക്കായിരുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആയാ പോരെ? ഈ ജന്മത്തിന് എന്താ കുഴപ്പം? കുഴപ്പമല്ലേ ഉള്ളൂ. ഉം? ദേവലോകത്തെ സംഗീതർക്ക് മായ കാട്ടി കന്യകയെ വശത്താക്കാനല്ലാതെ സ്വന്തമാക്കാനോ കൂടെ കൂട്ടാനോ അനുവാദമില്ല. ആ, ആ, സത്യാണ്. അത് പിന്നെ എനിക്ക് വേദു, ആ വന്നേ, താഴെ എല്ലാരും ഉണ്ട്. ആ അതാ വരുന്നു. നീ എന്നെ മോഹിക്കാൻ പാടില്ല. വെറും മായയാണ് ഞാൻ. മായ. ഓ പിന്നെ അവൻ്റെ ഒരു കല്യാണം. എഴുന്നേറ്റ് പോടാ. അല്ല പിന്നെ പോയി നിന്റെ സപ്ലൈ എഴുതി തീർക്കടാ. മൂട് പോയി. ഞാനും ഒരു നാൾ എഴുതിയെടുത്തോളാം. ഏത് നാള്? എടി വേദു, നിന്റെ കല്യാണത്തെ കുറിച്ച് പറയടി. എഴുന്നേറ്റ് പോടാ അവിടുന്ന്, വെറുപ്പിക്ക വെറുതെ. ആ വേദു, എനിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ടടി. ഏട്ടത്തി, അത് ഒന്നും പറയണ്ട, നല്ല ബന്ധം ഇത്. ഇതിലും വലുത് എനിക്ക് കിട്ടാനില്ല. നല്ല കുടുംബം. അത് എനിക്ക് അതവള് നാളെ പറയും അല്ലേ? വേദേ, നീ എന്ത് ചെയ്യുക? ഗന്ധർവനെ ഭൂമിയിലെ കന്യക പ്രണയിച്ചാൽ എന്ത് സംഭവിക്കും? വേദേ, പറ. കിട്ടില്ല. മോഹിപ്പിക്കാൻ മാത്രമേ അനുവാദമുള്ളൂ. സ്വന്തമാക്കാൻ കഴിയില്ല. അതെന്താ? കഴിയില്ല. അതാണ് നിയമം. വേദേ, ആഗ്രഹിച്ചു പോയി, മോഹിച്ചു. ഞാൻ ഈ ഗന്ധർവനെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. വേണ്ട, ബാക്കി നീ പറയണ്ട. വേദേ, ഈ ലോകത്ത് മനുഷ്യനായി ജീവിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ സാധിക്കില്ല. അതാണ് എൻ്റെ ലോകം. മോഹനങ്ങളുടെയും മായകളുടെയും മാത്രമുള്ള ലോകം. എനിക്ക് ഇവിടെ നിന്ന് പോവണ്ട. എനിക്ക് ജീവിക്കണം നിന്റെ കൂടെ. ദേവലോകത്തെ ഗന്ധർവന്മാരിൽ അലങ്കാരഭൂഷിതൻ എന്ന ആരവിനെ അറിയുവാനായി നിന്റെ ഭൂമിയിലെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. സ്വയം മനസ്സാൽ വരികയാണെങ്കിൽ കിട്ടാവുന്ന ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകിയേക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു നാൾ അവരെന്നെ കണ്ടെത്തുമെന്ന്. സമയമായി. വേണ്ട, കരയരുത്. ഇനിയുള്ള 17 യാമങ്ങളെങ്കിലും എനിക്ക് സന്തോഷമായിരിക്കണം. കഴിയുമോ എനിക്ക്? കഴിയണം. കഴിഞ്ഞേ പറ്റൂ. ഇനി കാണണമെന്ന് തോന്നിയാലോ? അറിയില്ല. പക്ഷേ എൻ്റെ ഭൂമിയിലെ ദേവിക്കായി ഞാൻ പല ഭാവങ്ങളിലും വരും. ശലഭമായോ ആകാശത്തിലെ നക്ഷത്രങ്ങളായോ ഞാൻ നിന്നെ കാണും. ഈ ഗന്ധർവന്റെ മനസ്സുകളിൽ നേടിയതായിരിക്കും ഈ ജന്മത്തിലെ യാത്ര.
എടി എന്തിനാടി നീ കരയണേ? ഏട്ടൻ പോയി. ആര്? ഗന്ധർവൻ ഏ ആ എന്നെ വിട്ട് പോയി. എടി മിണ്ടാതിരിയടി, ലവൻ കേക്കണ്ട. കേക്കാൻ മാത്രമൊന്നുമില്ല. ഈ കുരിപ്പ് ഇന്നലെ രാത്രി ഉറക്കത്തിൽ ആരോ വിളിച്ച് പറയാ ഇഷ്ടാണ്, പോവല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാന്ന്. അത് പിന്നെ അലിയ അറിയാലോ, ഉറക്കത്തിൽ ഇതിന് ബോധം ഉണ്ടാവില്ല. വല്ലാത്ത ബോധമില്ലായ്മയായിപ്പോയി. ആരാടി അവൻ? ആര്? നീ ഇന്നലെ സ്വപ്നം കണ്ടേ? അതൊരു ഗന്ധർവൻ. ഏ ആ എന്നിട്ടോ? അങ്ങേർക്ക് നിങ്ങൾ അതേ മോന്തി ആയോണ്ട് മൂടങ്ങ് പോയി. ശരിയാ, അവളെയും കുറ്റം പറയാൻ പറ്റൂല. ഏ അങ്ങനെയായോ അവള്? ഇന്ന് കാണിച്ചു കൊടുക്ക ഡി. എന്നാലും എന്തൊരു ഒറിജിനാലിറ്റി ആയിരുന്നു ആ സ്വപ്നത്തിന്. അങ്ങേരാണെങ്കിൽ അതിലൊടുക്കത്തെ ലുക്കും. ഓഗസ്റ്റ് 17 ആരവേട്ടാ യെസ്, ടെൽ മീ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മയുണ്ടോ? ഇന്നെന്താ? ഈ ഭൂമിയിലെ ഗന്ധർവനെ സ്വന്താക്കിയിട്ട് ഇന്നേക്ക് 3 വർഷം തികഞ്ഞു. ഓഗസ്റ്റ് 17.